BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൊച്ചി കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി മേഖലാ ഓഫീസിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് KSEB അധികൃതരെത്തി ഓഫീസിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിച്ചത്. ഏതാണ്ട് 1.50 ലക്ഷത്തോളം രൂപ വൈദ്യുതി ചാർജ് ഇനത്തിൽ കോർപ്പറേഷൻ അടയ്ക്കാനുണ്ട്. ബില്ലടയ്ക്കേണ്ട സമയം കഴിഞ്ഞിട്ടും പണം അടയ്ക്കാത്തതിനാലാണ് കണക്ഷൻ വിച്ഛേദിച്ചത്. വൈദ്യുതി പോയതോടെ ഓഫീസിലെ ജീവനക്കാരും വിവിധ കാര്യങ്ങൾക്കായി ഓഫീസിലെത്തിയ ജനങ്ങളും വിയർത്തു. ഓഫീസിന്റെ പ്രവർത്തനം സ്തംഭിച്ചു. പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ ഇടപെട്ട് ബില്ല് അടുത്ത ദിവസം അടയ്ക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെ കണക്ഷൻ പുനഃസ്ഥാപിച്ചു. വൈകിട്ടാണ് കണക്ഷൻ പുനഃസ്ഥാപിച്ചത്. അതുകൊണ്ട് ചൊവ്വാഴ്ച ഓഫീസിന്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ബിൽ തുക അടയ്ക്കാത്തതിന്റെ പേരിൽ കോർപ്പറേഷൻ ഓഫീസിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറയും പാർലമെന്ററി പാർട്ടി സെക്രട്ടറി MG അരിസ്റ്റോട്ടിലും ആരോപിച്ചു. പണമില്ലാത്തതുകൊണ്ടാണോ സ്മാർട്ട് സംവിധാനത്തിന്റെ പരാജയമാണോ ഇതിന് കാരണമായതെന്ന് മേയർ വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. നഗരസഭയുടെ കേടുകാര്യസ്ഥതയാണ് പ്രശ്നത്തിന് കാരണമെന്നും ഇവർ പറഞ്ഞു. വരാപ്പുഴ ചെട്ടിഭാഗം മാർക്കറ്റിന് സമീപം ഒരേ നിരയിൽ പ്രവർത്തിക്കുന്ന 2 കടമുറികളിൽ തീപിടിച്ചു. ചൊവ്വാഴ്ച രാവിലെ 7:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. വരാപ്പുഴ പൊതുമരാമത്ത് റോഡിന് ചേർന്നുള്ള ഫോറസ്റ്റ് ലേഡി സെന്ററിലാണ് തീ ആളിപ്പടർന്നതിനെ തുടർന്ന് പൂർണ്ണമായും കത്തിനശിച്ചത്. സമീപത്ത് തന്നെ ഒഴിഞ്ഞുകിടന്നിരുന്ന മറ്റൊരു മുറിയിലും തീ പിടിച്ചു. ഇതേ നിരയിൽ ചേർന്ന് തന്നെ മറ്റു കടമുറികളുണ്ടെങ്കിലും തീ ആളിപ്പടരുന്നതിന് മുൻപേ തീ അണയ്ക്കാനായതിനാൽ രക്ഷപ്പെട്ടു. വരാപ്പുഴ തുണ്ടത്ത് കടവ് സ്വദേശിനി സീമ ഷിബുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് തീപിടുത്തമുണ്ടായ 2 സ്ഥാപനങ്ങളും. ലേഡി സെന്ററിലുണ്ടായ മുഴുവൻ സാധനങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. തൊട്ടടുത്ത മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഏതാനും ഫർണിച്ചറുകളും മറ്റ് സാധനങ്ങളും തീപിടുത്തത്തിൽ കത്തിനശിച്ചു. സമീപത്ത് കട നടത്തുന്നയാളാണ് കടമുറികളിൽ നിന്നും പുക ഉയരുന്ന വിവരം ആദ്യം കാണുന്നത്. തുടർന്ന് കട ഉടമയെ വിവരം അറിയിച്ചു. വിവരം അറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിലും ഇതിനോടകം തന്നെ മുറികളിൽ തീ ആളിപ്പടർന്നിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കോലഞ്ചേരി ടൗണിൽ സ്കൂൾ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിന് സമീപം കൊടുംവേലിൽ ബോധരഹിതനായി കിടന്നയാൾക്ക് രക്ഷകരായി പോലീസും നാട്ടുകാരും. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3-നാണ് 10 മൈൽ സ്വദേശിയായ ആൾ ബോധരഹിതനായി ഫുട്പാത്തിൽ വീണ് കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആൾ എണീറ്റ് പോകാതിരുന്നതോടെ പുത്തൻകുരിശ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും നാട്ടുകാരനായ ജെയ്സലും ചേർന്ന് ഇദ്ദേഹത്തെ വിളിച്ചുണർത്തി വെള്ളം നൽകി. സമീപത്ത് ചെരുപ്പ് തുന്നുന്ന രാമൻ കൂട ഭിത്തിയിൽ കെട്ടിയതോടെ തണലായി പോലീസ് 108 ആംബുലൻസ് വിളിച്ചുവരുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ചൂടും നിർജ്ജലീകരണവും മൂലം അപ്പോഴേക്കും അവശതയിലായിരുന്നു. പോലീസിന്റെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ രക്ഷയായി. കുറുപ്പംപടി അശമന്നൂർ ചാപ്പൽ നെടുങ്ങപ്ര റോഡിൽ 2ഇടത്ത് വാട്ടർ അതോറിറ്റി ജലവിതരണ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായിട്ടും നടപടിയില്ലെന്ന് പരാതി. പഞ്ചായത്ത് 3-ാം വാർഡിൽ അശമന്നൂർ സെന്റ് തോമസ് യാക്കോബായ ചാപ്പലിന് സമീപമാണ് കനാൽ റോഡിൽ നിന്ന് ചാപ്പൽ റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് 2ാമത്തെ ചോർച്ച. ഓരോ തുള്ളി ജലവും അമൂല്യമാണ്, പാഴാക്കരുതെന്ന് സർക്കാർ പറയുമ്പോഴും ശുദ്ധജലം സംരക്ഷിക്കാൻ നടപടിയില്ല. വേനൽക്കാലത്ത് ഇതുപോലെ വെള്ളം പാഴായാൽ ഉയർന്ന പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകുമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പൊള്ളുന്ന വെയിലിൽ പാലുൽപാദനം വലിയ തോതിൽ കുറഞ്ഞതോടെ ക്ഷീര കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. വേനലിൽ പരിപാലന ചെലവ് വർദ്ധിക്കുകയും ചെയ്തതോടെ ക്ഷീര കർഷകരുടെ സ്ഥിതി അതീവ ദയനീയമാണ്. പച്ചപ്പുല്ല് കിട്ടാനില്ലാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കി. കൂടാതെ സൊസൈറ്റി വഴി ലഭിക്കുന്ന കാലിത്തീറ്റ വില 1500 രൂപയിലേക്ക് എത്തി. കടുത്ത വേനലിൽ ക്ഷീര കർഷകർ കൃഷി ചെയ്തിരുന്ന തീറ്റപ്പുല്ലുകളെല്ലാം മിക്കയിടത്തും കരിഞ്ഞുണങ്ങി കഴിഞ്ഞു. കടുത്ത വേനൽ ചൂടിൽ കറവ പശുക്കൾ തളർന്നു വീഴുന്ന സംഭവങ്ങളും സാധാരണയാണ്. ചൂടുയരുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നതും ഭക്ഷണം കഴിക്കാനാകാത്തതുമാണ് പാൽ ലഭ്യതയിൽ കുറവ് വരുത്തുന്നത്. ചൂട് കൂടുന്നതിനനുസരിച്ച് കിതപ്പും കൂടും. വായിൽ നിന്നും നുരയും പതയും വരും. ഇതിനൊപ്പം നീർക്കെട്ടും പനിയും ബാധിക്കുന്നതോടെ കന്നുകാലികൾ തികച്ചും അവശരാകുന്ന സ്ഥിതിയുമുണ്ട്. പശുഫാമുകളിൽ താപനില ഉയരാതെ സൂക്ഷിക്കാൻ ഫാനും തൊഴുത്തിന്റെ മേൽക്കൂര തണുപ്പിക്കാൻ വെള്ളം സ്പ്രേ ചെയ്യുന്ന സംവിധാനവും പല കർഷകരും ഒരുക്കുന്നുണ്ടെങ്കിലും പാൽ ഉൽപാദനം കുറഞ്ഞു തന്നെയാണ്. സാധാരണ തൊഴുത്തുകളിൽ പശുക്കളെ അടുത്തടുത്ത് കെട്ടിയിടുമ്പോൾ ചൂട് വർദ്ധിക്കുകയും പാൽ ഉൽപാദനം പകുതിയോളം കുറയുകയും ചെയ്യുന്നുണ്ട്.
IT മേഖല ഉൾപ്പെടെ തൃക്കാക്കര നഗരസഭാ പ്രദേശത്തെ മാലിന്യ നീക്കം നിലച്ചെന്നാരോപിച്ചെത്തിയ പ്രതിപക്ഷ കൗൺസിലർമാർ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പരിശീലനം തടഞ്ഞു. 5 ദിവസമായി ഗാർഹിക മാലിന്യം വീടുകളിൽ കെട്ടിക്കിടക്കുകയാണെന്ന പരാതിയുമായാണ് കൗൺസിലർമാർ എത്തിയത്. മാലിന്യം എടുക്കുന്നത് നിർത്തിവെച്ച് പരിശീലനം സംഘടിപ്പിച്ചതിനെയാണ് തങ്ങൾ എതിർക്കുന്നതെന്നും അവർ പറഞ്ഞു. വോട്ടെടുപ്പിന് തലേനാളാണ് വീടുകളിലെ മാലിന്യം ഒടുവിൽ ശേഖരിച്ചത്. ദിവസങ്ങളായി മാലിന്യം വീടുകളിൽ കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. കൗൺസിലർമാർ എന്ന നിലയിൽ നാട്ടുകാരോട് മറുപടി പറയേണ്ടത് തങ്ങളാണ്. മാലിന്യം നീക്കാതെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഇന്നലെയും തിങ്കളാഴ്ചയും പരിശീലനത്തിന് കൊണ്ടുപോയത് കടുത്ത വീഴ്ചയാണെന്നും അവർ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് MK ചന്ദ്രബാബു, കൗൺസിലർമാരായ ജിജോ ചിങ്ങന്തറ, PC മനൂപ്, അജുന ഹാഷിം, അസ്മ ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധക്കാരെത്തിയത്. ബഹളത്തെ തുടർന്ന് പരിശീലനം നിർത്തിവെച്ചു. തുറവൂർ അരൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺക്രീറ്റ് ഗാർഡറുകൾ സ്ഥാപിക്കുന്ന ജോലി രാത്രിയും പകലുമായതോടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുറവൂർ, കുത്തിയത്തോട്, ഇരുമല്ലൂർ, ചന്തിരൂർ എന്നിവിടങ്ങളിലാണ് നിർമ്മാണം പൂർത്തിയായ തൂണുകൾക്ക് മുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്നത്. അരൂർ മുതൽ തുറവൂർ വരെ 12.75 കിലോമീറ്റർ പാതയിൽ 354 തൂണുകളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ 1/3 തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. ഒറ്റ തൂണിൽ 24 മീറ്റർ വീതിയിലുള്ള 6 വരി പാതയാണ് തൂണിന് മുകളിൽ ഒരുങ്ങുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ഉയരപ്പാതയാണിത്. 2.5 കിലോമീറ്റർ ദൂരത്തിൽ 5 റീച്ചുകളിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഗഡറുകൾ കൊണ്ടുവരുമ്പോഴും സ്ഥാപിക്കുമ്പോഴും ഗതാഗത നിയന്ത്രണം പകൽ ഏർപ്പെടുത്തിയാൽ വാഹനയാത്രികർ ദുരിതത്തിലാകും. ഇതേ തുടർന്നാണ് രാത്രിയിലും ജോലികൾ തുടരാൻ തീരുമാനിച്ചത്. 30 മീറ്റർ നീളമുള്ള കോൺക്രീറ്റ് ഗഡറുകൾ ചേർത്തല, മായിത്തറ, തുറവൂർ, പുത്തൂർ ചന്ത എന്നിവിടങ്ങളിലാണ് നിർമ്മിക്കുന്നത്. 5 റീച്ചുകളിലും ലോഞ്ചിങ് ഗാൻട്രിയുടെ സഹായത്തോടെ 300ഓളം കോൺക്രീറ്റ് ഗഡർ തൂണിന് മുകളിൽ കയറ്റി. ജോലി നടക്കുമ്പോൾ സുരക്ഷയുടെ ഭാഗമായി പാതയിലൂടെ 30 കിലോമീറ്ററാണ് പരമാവധി വേഗം പറഞ്ഞിരിക്കുന്നത്. സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് വാഹനയാത്രികർ പാലിക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.